നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനാണ് ഗസയിൽ രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ വെടിനിർത്തൽ വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. ഇത് വിജയിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങളുടെ മുന്നോട്ടുപോക്ക്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ മാസം മുന്നോട്ട് വെച്ച 3 ഘട്ടമായുള്ള വെടിനിർത്തൽ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുന്നതാണ് ഈ പ്രമേയം. ആദ്യത്തെ 6 ആഴ്ച വെടിനിർത്തലിനോടൊപ്പം തന്നെ ഇസ്രായേലി ജയിലുകളിലുള്ള ഫലസ്തീൻ പൌരന്മാരെയും ഗസയിൽ ബന്ദികളാക്കിയിരിക്കുന്ന ഇസ്രായേലി പൌരന്മാരിൽ ചിലരെയും വിട്ടയക്കണം. രണ്ടാം ഘട്ടത്തിലെ സമ്പൂർണ്ണ വെടിനിർത്തലിൽ ബാക്കി ബന്ദികളെ കൂടി വിട്ടയക്കണം എന്നാണ് നിർദ്ദേശം. ആക്രമണത്തിൽ തകർന്നടിഞ്ഞ ഗസയുടെ പുനർനിർമ്മാണമാണ് 3ാം ഘട്ടം. നിർദ്ദേശം ഇസ്രായേൽ അംഗീകരിച്ചുവെന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. പ്രമേയത്തോട് ആദ്യം അനുകൂലമായി പ്രതികരിച്ച ഹമാസ് ഈ 3 ഘട്ട വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ അംഗീകരിക്കണം എന്നും പ്രമേയം ആവശ്യപ്പെടുന്നുണ്ട്. ഇസ്രായേലും ഹമാസും എത്രയും വേഗം ഈ പ്രമേയത്തിലെ നിർദ്ദേശങ്ങൾ ഉപാധികൾ വയ്ക്കാതെ നടപ്പാക്കണമെന്നാണ് നിർദ്ദേശം. അതിനിടെ ഗസയിൽ വെടിനിർത്തലിനുള്ള നയതന്ത്ര ശ്രമങ്ങൾ US കൂടുതൽ ഊർജിതമാക്കുകയും ചെയ്തു. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിലെത്തിയ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ചർച്ച നടത്തി. സംഘർഷം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നത് തടയണം എന്നാണ് ബ്ലിങ്കൻ ആവശ്യപ്പെടുന്നത്. ഈജിപ്തിലെത്തിയ പ്രസിഡന്റ് അബ്ദുൽ ഫത്താൻ അൽ സിസിയെ കണ്ട ശേഷമാണ് ബ്ലിങ്കൻ ഇസ്രായേലിലേക്ക് തിരിച്ചത്. ജോർദാൻ, ഖത്തർ എന്നീ രാജ്യങ്ങളും ബ്ലിങ്കൻ സന്ദർശിക്കും. വെസ്റ്റ് ബാങ്കിലെ ഫറ ക്യാമ്പിൽ ഇസ്രായേൽ സേനയുടെ റെയ്ഡ് തുടരുകയാണ്. 12 മണിക്കൂറിലേറെയായി റെയ്ഡ് തുടരുകയാണ് എന്ന് ഫലസ്തീൻ പത്രപ്രവർത്തകനും അനലിസ്റ്റുമായ നൂർ ഒഡെ പറയുകയുണ്ടായി. ഇസ്രായേൽ ഗവൺമെന്റിന്റെ അജണ്ട വെസ്റ്റ് ബാങ്ക് കേന്ദ്രീകരിച്ചാണ് എന്നും കഴിയുന്നത്ര ഭൂമിയിൽ അധിനിവേശം നടത്തി പിടിച്ചെടുക്കുകയാണ് ലക്ഷ്യമെന്നും നൂർ ഒഡെ പറഞ്ഞു. യുദ്ധ ക്യാബിനറ്റ് മന്ത്രി ബെന്നി ഗാറ്റ്സിന്റെ രാജിക്ക് ശേഷം വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ ആക്രമണം വ്യാപിപ്പിക്കുകയാണ് എന്നും അവർ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 15 വർഷത്തിനിടയിലെ ഏറ്റവും രക്തരൂക്ഷിതമായ വർഷമാണിത്. വെസ്റ്റ് ബാങ്കിൽ ഒക്ടോബർ മുതൽ 530-ലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത്. 9,000-ലധികം ആളുകളെ തടവിലാക്കുകയും ചെയ്തു. അതേസമയം ഖാൻ യൂനിസ് നഗരത്തിന് തെക്കുഭാഗത്തുള്ള അൽ ഫുഖാരി പട്ടണത്തിലെ യൂറോപ്യൻ ആശുപത്രികൾ സമീപമുള്ള വീടിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെട്ടതായി പ്രാദേശിക വൃത്തങ്ങൾ അറിയിച്ചു. നവജാത ശിശു അടക്കം നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടെ വെടിനിർത്തൽ ചർച്ചകൾക്കായി US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഈ കൈറോയിൽ എത്തിക്കഴിഞ്ഞു. ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് എൽ സിസിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് അദ്ദേഹം. അവിടെ നിന്ന് അദ്ദേഹം ഇസ്രായേലിലേക്ക് പോകും. അവിടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും തുടർന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനെയും കാണും. ബെന്നി ഗാറ്റ്സുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോവുമായും ബ്ലിങ്കൻ കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് നാളെ മാനുഷിക സഹായ സമ്മേളനങ്ങൾ നടക്കുന്ന അമാനിലേക്ക് ബ്ലിങ്കൻ പോകുമെന്നാണ് വിവരം. ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനെയും അവിടെയുള്ള മറ്റു ഉദ്യോഗസ്ഥരെയും അദ്ദേഹം കാണും. തുടർന്ന് ദോഹയിലേക്ക് പോകുന്ന ബ്ലിങ്കൻ ഖത്തർ അമീറിനെയും കാണും. വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വഴിത്തിരിവുണ്ടായാൽ അത് ഖത്തറിൽ നിന്നാകും പ്രഖ്യാപിക്കുക. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.